വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ടീം. എന്തിന്? സെറ്റിൽമെന്റ് ഓഫറിൽ വരെ വന്നത്. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടതൊരു ട്രെയിലർ മാത്രം. അൻവിനെ എലിയെ പിടിക്കാൻ എല്ലാം ചുറ്റിട്ട് കാര്യമുണ്ട്. അവന്റെ കൂട്ടുകാരനെ പോയി കെട്ടിയിട്ട് വല്ല കാര്യമുണ്ട്. അവന്റെ കൂട്ടുകാരനാണ് മറ്റേ ഹക്കീം, അബ്ദുൽ ഹക്കീമടെ. അവനെ തട്ടിയിട്ട് വല്ല കാര്യമുണ്ട്? അവന്റെ അക്കൗണ്ടിൽ ഡിലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നീ അവനെ തട്ടിയിടണേ. ഇനി അവന് പൈസ കൊടുക്കണ്ടേ? മറ്റവൻ കൊടുത്ത് തന്നെ അവൻ പൈസ വാങ്ങിച്ചുകൊണ്ട് വല്ല സൈക്കിളിൽ പാട്ടിക്കാ പോകും. അവന്റെ വീഡിയോ ഡിലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നീ അവന് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവനെ തട്ടിക്കണം. അൻവിനെ എലിയെ കൊല്ലാൻ വേണ്ടി ആണെങ്കിൽ എല്ലാം ചൂടും. ഒരു എലിവേഷൻ വെച്ചാൽ പോരെ. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹിസ് ഓട്ടോ സ്പാ ബിസിനസ് ഇൻ UK ആൻഡ് ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ദാറ്റ് ഹീസ് ഗോണ ലോഞ്ച് ഇൻ ഇന്ത്യ. സോ അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രം പറക്കട്ടെ. സി യു ഇൻ പാർട്ട് 2. എന്തെങ്കിലും ചെന്ന് പെണ്ണെന്നുണ്ടെങ്കിലും കയ്യിൽ പൈസ വേണം. ഇന്ത്യയിൽ അതില്ല. അതുകൊണ്ട് സ്നേഹം പങ്കിട്ടെ, സ്നേഹം മാത്രം കേട്ടെ. എന്റെ പൈസ ഇല്ല. ഇനി നമുക്ക് ഡ്രാക്കണിന്റെ വീഡിയോയ്ക്ക് അൻവിൻ ഇട്ട് കൊടുത്ത ഒരു റിപ്ലൈ സ്റ്റോറി ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അൻവിൻ സ്റ്റോറി കം. അൻവിന്റെ 3 പട്ടികളിൽ ഒരു പട്ടി കുരയ്ക്കുന്നതാണ് അൻവിൻ ഇട്ടേക്കുന്ന സ്റ്റോറി. അതായത് പട്ടി കുരയ്ക്കും, അവൻ വീഡിയോ ഇടുന്നു, പട്ടി കുരയ്ക്കുന്നു. അവൻ വീഡിയോ ഇടുന്നു, പട്ടി കുരയ്ക്കുന്നു. പക്ഷെ കുരയ്ക്കുന്ന പട്ടി കടിക്കുന്നില്ല. സോ അൻവിൻ ഒരു റിപ്ലൈ കൊടുക്കണ്ടേ ഇതിനൊക്കെ? കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നാണോ റിപ്ലൈ? അതോ നീ എന്ത് തേങ്ങ കാണിച്ചാൽ ഫക്കിങ് കെയർ എന്നാണോ അൻവിന്റെ റിപ്ലൈ? കാത്തിരുന്ന് കാണണം. 2ാമത്തെ വീഡിയോ ഇനിയും ട്രാക്കൺ പോസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. എനിക്കതൊക്കെ പറയാനുള്ള കാര്യങ്ങളാണ്ട് അവസാനം പറയാം. തീർന്നിട്ടില്ല, ഇനിയും തീർന്നിട്ടില്ല. എക്സ്പോസിങ് മാത്രമല്ല, അണ്ണന്റെ ഒരു ടൈപ്പ് ഓഫ് ഫ്ലെക്സിങ്ങും മുൻകൂർ ജാമ്യം എടുപ്പൊക്കെ ഉണ്ട് ഡ്രാക്കണ്ണന്റെ. സത്യം തന്നെ ഇതിന് ആര് പറഞ്ഞാൽ സത്യമൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാണികൾ ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുന്ന. ഞാൻ എക്സ്പോസ് ചെയ്യാൻ വരുന്നു, പിന്നെ ഒന്ന് ഫ്ലെക്സ് ചെയ്യും. എന്താണ് ഫ്ലെക്സിങ്? സ്റ്റോറി പറയുന്നുണ്ട്. സ്റ്റോറികൾ പറയുന്നുണ്ട് പുള്ളിക്കാരൻ. കേൾക്കാം.